ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ തന്നെ ചെയ്ത് നോക്കുക. കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ അത് വർക്കിംഗ് ആവണമെന്നില്ല, ചിലപ്പോൾ അത് വർക്കിംഗ് ആയെന്നും ഇരിക്കും. അന്നേരം ഇപ്പം തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ ചില ടൈമിൽ വെബ്സൈറ്റുകൾ വർക്കിംഗ് ആവണമെന്നില്ല. എന്ന് വെച്ചാൽ എപ്പോഴും വർക്കിംഗ് ആയിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഫോളോവേഴ്സിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ കൂടുന്നത് കൊണ്ട് ചില വെബ്സൈറ്റുകൾ വർക്കിംഗ് ആവത്തില്ല. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കോയിൻ കളക്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിതിൽ പറയുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അന്നേരം ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള ലിങ്ക് കാര്യങ്ങളും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അന്നേരം അതുവഴി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ പോകാൻ സാധിക്കും. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലാഗ് റിവ്യൂസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യുക. ഫ്ലാഗ് റിവ്യൂസ് എങ്ങനെ ഓഫ് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി അത് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫ്ലാഗ് റിവ്യൂസ് ഓഫ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഫേക്ക് അക്കൗണ്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല പോസ്റ്റ് ഇടുക, 3-4 പോസ്റ്റ് ഇടുക. ഒരു ഒറിജിനൽ അക്കൗണ്ട് പോലെ ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുക. അന്നേരം നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു വെബ്സൈറ്റ് ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അവിടെ എന്താണ്, നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ബ്ലാക്ക് ബോക്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഫോളോയിങ് ലിസ്റ്റിൽ 50 പേരെ കാണിക്കുന്നുണ്ട്. ആ ഫോളോയിങ് ലിസ്റ്റിൽ കാണുന്ന 50 പേരെ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പം അവിടെ കാണുന്ന ഫസ്റ്റ് 20 അക്കൗണ്ട് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തതിന് ശേഷമാണ് ബാക്ക് അടിച്ച് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോകേണ്ടത്. ആ ട്രിക്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോവാം. അന്നേരം ഗോ ടു വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ബോക്സിൽ കാണുന്നതാണ് ഗോ ടു വെബ്സൈറ്റ്. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷൻ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കരുത്. ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും മാത്രമാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് സേഫാണ് ഗൈസ്. അന്നേരം നമ്മൾ എന്താണ്, ഫസ്റ്റ് കിടക്കുന്ന ബോക്സിൽ നമ്മുടെ യൂസർ നെയിം കൊടുക്കുക, താഴെ പാസ്വേഡ് കൊടുക്കുക, താഴെ ലോഗിൻ കൊടുക്കുക. പിന്നെ കോയിൻ കളക്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യുക. അന്നേരം ഞാൻ ഫസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുക്കുകയാണ്. പിന്നെ താഴത്തെ ബോക്സിൽ നമ്മുടെ പാസ്വേഡുമാണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ലോഗിൻ കൊടുക്കുക. ഇതാണ് ഗൈസ് നമ്മുടെ കോയിൻ കളക്ട് ചെയ്യുന്ന അടുത്ത ഇൻ്റർഫേസിലേക്ക് വന്നാൽ നമ്മുടെ കോയിൻ കളക്ട് ആവുന്നതിൻ്റെ 12 മേളിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ലൈക്സ്, ഫോളോവേഴ്സ്, പിന്നെ ടാസ്ക്. ഇത്രയാണ് താഴത്തെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളന്നേരം ഈ കോയിൻ കളക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ കാണുന്ന സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബോക്സ് കണ്ടില്ലേ, അവിടെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുമ്പോഴാണ് കോയിൻ കളക്ട് ആവാൻ തുടങ്ങും. ഇതിൽ കോയിൻ കളക്ട് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഇതിൽ നിന്ന് ഫോളോ പോകുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഇതിനകത്ത് കോയിൻ കളക്ട് ആവുന്നത്. ആ കോയിൻ കളക്ട് ആവുന്ന എത്രയെന്ന് മേളിൽ ആ റൗണ്ട് ചെയ്ത് കാണിച്ചേക്കുന്ന അടുത്ത് നമുക്ക് അറിയാൻ പറ്റും കോയിൻ എത്രമാത്രം അവിടെ കളക്ട് ആവുന്നുണ്ടെന്ന്. ഒരു എത്രമാത്രം കോയിൻ കളക്ട് ആവുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇതുവഴി ഫോളോവേഴ്സും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അന്നേരം മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ കോയിൻ കളക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മളെന്ത് പോസ് കൊടുക്കുക. പോസ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോളോവേഴ്സ് എന്നും പറഞ്ഞ് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഫോളോവേഴ്സ്, ലൈക്സ്, ടാസ്ക് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അന്നേരം താഴെ കാണുന്ന ഫോളോവേഴ്സ് എന്ന് പറയുന്ന അതിൽ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എത്ര കോയിന് എത്ര ഫോളോവേഴ്സ് വാങ്ങാം എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അന്നേരം എൻ്റെ ഫേക്ക് അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ലോഗിൻ ചെയ്തേക്കുന്ന ഫേക്ക് അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. അഥവാ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് അവിടെ നിന്ന് പോകുവാണെങ്കിൽ താഴെ നമുക്ക് ആ റൗണ്ട് ചെയ്തേക്കുന്നിടത്ത് ഫേക്ക് അക്കൗണ്ട് പുതിയത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. അന്നേരം നമുക്ക് 3-4 ഫേക്ക് അക്കൗണ്ട് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത്
കോയിൻ കളക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അന്നേരം ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കണം ലോഗിൻ ചെയ്യേണ്ടത്, ഒറിജിനൽ അക്കൗണ്ട് ഒരിക്കലും ലോഗിൻ ചെയ്യരുത്. അന്നേരം നമ്മൾ എന്താണ് താഴെ ഫോളോവേഴ്സ് എന്നുള്ളിടത്ത് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. അന്നേരം നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം നിങ്ങളും നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക. നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ അടുത്ത ഇൻ്റർഫേസിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, 50 ഫോളോവേഴ്സിന് 400 കോയിൻ, അതേപോലെ തന്നെ 100 ഫോളോവേഴ്സിന് 800 കോയിൻ. അങ്ങനെ താഴോട്ട് നമ്മൾ ഫോളോവേഴ്സ് എത്രമാത്രം ഇൻക്രീസ് ചെയ്യണം അതിനനുസരിച്ചുള്ള കോയിൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഗെറ്റ് കൊടുക്കുമ്പം നമുക്ക് ഇതുവഴി ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അന്നേരം 400 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് 50 ഫോളോവേഴ്സാണ് നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നത്. എന്നിട്ട് നിങ്ങളും അത്ര കളക്ട് ചെയ്തതിന് ശേഷം 50 ഫോളോവേഴ്സോ 100 ഫോളോവേഴ്സോ നിങ്ങൾക്ക് ഇതുവഴി ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അന്നേരം ഓർഡർ ആയിട്ടുണ്ട്. അന്നേരം കുറച്ച് ടൈം കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കയറി നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ആയിട്ട് ഇതുവഴി ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. കയറിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അന്നേരം ചില ടൈമിൽ കുറേ നാൾക്ക് ശേഷം ഇത് വർക്കിംഗ് ആവണമെന്ന് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അന്നേരം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇൻക്രീസ് ആവും. പിന്നെ നമുക്ക് ലൈക്സ് വേണ്ടവർക്ക് ലൈക്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുവഴി നമുക്ക് കോയിൻ കളക്ട് ചെയ്തിട്ട് 50 ലൈക്സിന് 100 കോയിൻ, 100 ലൈക്കിന് 200 കോയിൻ അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റിനൊക്കെ ലൈക്സും ഇതുവഴി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ മച്ചന്മാരെ.